ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ മെയ് 17 ശനിയാഴ്ച മുതൽ IPL വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച IPL മെയ് 17 കൂടി റിവേഴ്സ്ഡ് ഷെഡ്യൂൾ പ്രകാരം വീണ്ടും തിരികെ റിട്ടേൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ IPL തിരികെ എത്തുമ്പോൾ ടീമുകളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഓവർസീസ് പ്ലേയേഴ്സ്, ഫോറിൻ പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി തന്നെയാണ്. നമുക്കറിയാം, മെയ് 30 പുതുക്കിയ IPL ഷെഡ്യൂൾ പ്രകാരം IPL ഫൈനൽ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മെയ് 26 മുൻപായി സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയ തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങൾ തങ്ങളുടെ പ്ലേയേഴ്സിനോട് തിരികെ IPL മതിയാക്കി വരണമെന്ന അപ്ഡേറ്റൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ മിക്ക പ്രമുഖ താരങ്ങൾക്കും പ്ലേ ഓഫ് അടക്കമുള്ള വമ്പൻ പോരാട്ടങ്ങൾ തങ്ങളുടെ ടീമുകളിൽ നഷ്ടമായേക്കും. ഇപ്പോഴത്തെ ഡൽഹി ക്യാപിറ്റൽസ് ഒരു റീപ്ലേസ്മെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സീസ് ഫയറിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താൻ താല്പര്യമില്ലെന്ന് അറിയിച്ച ഓസ്ട്രേലിയൻ താരം ജേക്ക് ഫ്രസർ മഗ്ഗർക്കിന് പകരക്കാരനായിട്ട് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പഴയ താരവും 2 വർഷത്തിന് ശേഷം വീണ്ടും DC ജേഴ്സിയിലേക്ക് ബംഗ്ലാദേശ് പ്ലെയറായിട്ടുള്ള മുസ്തഫിസുർ റഹ്മാനെ തിരികെ ഡൽഹി ക്യാപിറ്റൽസ് ഏതാണ്ട് 6 കോടിയോളം രൂപ മുടക്കി തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കറിയാം, സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷം തിരികെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ IPL കളിക്കാൻ വരാൻ താല്പര്യമില്ലെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജേക്ക് ഫ്രസർ മഗ്ഗർക്കിനെ സംബന്ധിച്ചുള്ളൂ. സോ ആ ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് പ്ലേ ഓഫ് കൽപ്പിക്കുന്ന ഒരു പ്രധാന ടീം തന്നെയാണ് ഡൽഹി ക്യാപിറ്റൽസ്. സോ മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന DC ഇപ്പോഴത്തെ ജേക്ക് ഫ്രസർ മഗ്ഗർക്കിന് പകരക്കാരനായിട്ട് അവരുടെ പഴയ താരം കൂടിയായിട്ടുള്ള മുസ്തഫിസുർ റഹ്മാനെ 6 കോടി രൂപ മുടക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. മഗ്ഗർക്കിന് പുറമെ സ്റ്റാർ പേസർ മിച്ചൽ സ്റ്റാർക്കും അൺലൈക്ലി ടു പ്ലേ DC. വരുന്ന മത്സരങ്ങളിൽ ഡൽഹി ക്യാപിറ്റൽസ് നിരയിൽ ജേക്ക് ഫ്രസർ മഗ്ഗർക്കിന് പുറമെ മിച്ചൽ സ്റ്റാർക്കിൻ്റെയും ഒരു പക്ഷേ അഭാവം കണ്ടേക്കാം. അതോടൊപ്പം തന്നെ DCയുടെ മറ്റ് താരങ്ങളായിട്ടുള്ള ട്രിസ്റ്റൻ സ്റ്റബ്സും ഫാഫ് ഡു പ്ലസി, സൗത്ത് ആഫ്രിക്കൻ പ്ലേയേഴ്സായിട്ടുള്ള ട്രിസ്റ്റൻ സ്റ്റബ്സും ഫാഫ് ഡു പ്ലസിയും ഡൽഹിക്ക് വേണ്ടി കളിക്കാം. പക്ഷേ പ്ലേ ഓഫ് തുടങ്ങുമ്പോഴേക്കും നമുക്കറിയാം, ഇന്ന് വന്ന അപ്ഡേറ്റ് പ്രകാരം സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് തങ്ങളുടെ പ്ലേയേഴ്സിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് മെയ് 26 മുൻപ് IPL മതിയാക്കി തിരികെ വരണമെന്നാണ്. ജൂൺ 11 തുടങ്ങാൻ പോകുന്ന WTC ഫൈനലിലുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടി SA തങ്ങളുടെ പ്ലേയേഴ്സിനോട് തിരികെ വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ ട്രിസ്റ്റൻ സ്റ്റബ്സും ഫാഫ് ഡു പ്ലസിയും അടക്കമുള്ള സൗത്ത് ആഫ്രിക്കൻ പ്ലേയേഴ്സ് മെയ് 26 മുൻപ് തിരികെ IPL മതിയാക്കി. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസ് പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ സ്റ്റബ്സിൻ്റെയും ഡുപ്ലസിയുടെയും അഭാവം ഡൽഹി ക്യാപിറ്റൽസിന് നേരിടേണ്ടി വന്നേക്കും. സോ എന്നിരുന്നാലും നിലവിൽ ഇപ്പോഴത്തെ മഗ്ഗർക്കിന് പകരക്കാരനായിട്ട് മുസ്തഫിസുർ റഹ്മാനെ ഡൽഹി സൈൻ ചെയ്തിരിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.